ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് മാർച്ച് മാസം 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന, അടുത്ത ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ, നാളെ മുതൽ ഏതൊക്കെ സിനിമകളാണ് ഇനി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതാണ്. സിനിമകളും സീരീസുകളും ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ 18-ാം തീയതി റിലീസുകൾ, പ്രത്യേകിച്ച് റിലീസുകളൊന്നുമില്ല. ഇനി 19-ാം തീയതി നോക്കാം. മറക്കുമാ നെഞ്ചെന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു തമിഴ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മാർച്ച് മാസം 19-ാം തീയതിയാണ്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ ഡ്രാമ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ മമ്മൂക്ക ഒരു ക്യാമിയോ റോളിൽ വന്ന ജയറാമേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു, മലയാള സിനിമയായിരുന്നു. മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ മാർച്ച് മാസം 20-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു സീരീസാണ്, ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് സീരീസാണ്. പാം റോയൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആപ്പിൾ TV+ലാണ് ഈ ഒരു സീരീസ് മാർച്ച് മാസം 20-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തൊരു ആനിമേഷൻ അഡ്വഞ്ചർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. X-Men 97 എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ സീരീസ് ഇംഗ്ലീഷ് ഭാഷയിൽ Disney+ ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മാർച്ച് മാസം 20-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് നെറ്റ്ഫ്ലിക്സിൻ്റെ വലിയൊരു പ്രതീക്ഷയോടുകൂടി വരുന്ന ഒരു പ്രൊഡക്ഷനാണ് 3 ബോഡി പ്രോബ്ലം എന്ന് പറഞ്ഞ സീരീസ്. ഡ്രാമ, മിസ്റ്ററി, സയൻസ് ഫിക്ഷൻ, ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. മാർച്ച് മാസം 21-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാണ്. മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സീരീസ്. അടുത്തത് പിന്നെ മേരെ വതൻ എന്ന് പറഞ്ഞ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സാറ അലി ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ മാർച്ച് മാസം 21-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്ത ഹൃതിക് റോഷനും ദീപിക പദുക്കോണൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് സിദ്ധാർത്ഥ് ആനന്ദിന്റെ പിന്നെ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം 21-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റോഡ് ഹൗസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ മാർച്ച് മാസം 21-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു ഡ്രാമ, മിസ്റ്ററി, ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അനാട്ടമി ഓഫ് എ ഫാൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം 22-ാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ത്രില്ലർ, ഫാന്റസി, ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഭൂതാടം ഭാസ്കർ നാരായണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ മാർച്ച് മാസം 22-ാം തീയതി തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ എന്ന് പറയുന്നത് ലാൽസല എന്ന് പറഞ്ഞ സിനിമയാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമയുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഡേറ്റ് ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ട് പുറത്തിട്ടില്ല. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് മാർച്ച് മാസം 22-ാം തീയതി വരുന്നുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ലൂട്ടേരെ എന്നാണ് സീരീസിന് പേര് വരുന്നത്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സീരീസാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് മാർച്ച് മാസം 22-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. സുന്ദരം മാസ്റ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് സിനിമ മാർച്ച് മാസം 22-ാം തീയതി ETV വിൻ എന്ന OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഈ 12 റിലീസുകളാണ് ഈ ഒരാഴ്ച ഇനി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്ഡേറ്റുകൾ ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. ഇനി ഏതെങ്കിലും സിനിമകളുടെ അപ്ഡേറ്റുകൾ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഇനി അപ്ഡേറ്റുകൾ വരും. ചിലപ്പോൾ സർപ്രൈസ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ആഴ്ചകൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഇത് വരുന്ന സമയത്ത്, ആ ഒരു അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.